കൃഷ്ണ ഗുരുവായൂരപ്പ. നമസ്കാരം, സ്വാഗതം. അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണീയത്തിൽ ദശകം 5 നമ്മളിന്ന് തുടങ്ങുകയാണ്. അപ്പോൾ ദശകം 5-ലെ 1-ാമത്തെ ശ്ലോകമാണ്. അപ്പോൾ ഇന്നത്തെ ഈ ലോകത്തിൽ നമ്മളെപ്പോഴും ഒരുപാട് ചർച്ച ചെയ്യുന്നത് സൃഷ്ടികർത്താവ് എന്നൊക്കെ പറഞ്ഞാൽ അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് വിവാദങ്ങളുണ്ട്. എങ്ങനെയാണ് ഈ കാണുന്ന പ്രപഞ്ചമൊക്കെ എപ്പോൾ ഉണ്ടായി, എങ്ങനെ ഉണ്ടായി, അത് എല്ലാ കാലത്തും ഒരുപാട് എന്താ പറയുക, തർക്കങ്ങൾക്കും അതുപോലെ ഒരുപാട് ചിന്തകൾക്കുമൊക്കെ ഒരു വഴി തന്നെയാണ് ഈ സൃഷ്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ ഈ ഭാഗവതത്തിൽ സൃഷ്ടിയെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് സ്കന്ധം 1-2 വളരെ വിശദമായിട്ട് സൃഷ്ടിയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നാരായണീയം ഭാഗവതത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമാണല്ലോ. 18,000 ശ്ലോകങ്ങളുള്ള ഭാഗവതത്തെ നാരായണീയ കർത്താവായിട്ടുള്ള മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് നമുക്കൊക്കെ മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടി ആണ് അത് 1040ഓളം ശ്ലോകങ്ങളിൽ ചുരുക്കി തന്നിരിക്കുന്നത്. അപ്പോൾ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിൻ്റെ ഗുരുവിന് ഉണ്ടായ വാതരോഗം കൊണ്ട് ഗുരു കഷ്ടപ്പെടുമ്പോൾ മേൽപ്പത്തൂർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ രോഗം തന്നിലേക്ക് എടുത്തുകൊണ്ട് തൻ്റെ ഗുരുവിനെ രോഗവിമുക്തനാക്കി. അങ്ങനെ എന്നിട്ട് തൻ്റെ രോഗത്തെ ഭഗവാനെ ഉപാസിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച് തൻ്റെ രോഗത്തെ ശമിപ്പിക്കുന്നതിലൂടെ ലോകർക്ക് വഴികാട്ടുകയാണ് നാരായണീയ കർത്താവായിട്ടുള്ള മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ചെയ്തത്. അപ്പോൾ ഇവിടെ ദേഹാസ്വാസ്ഥ്യങ്ങൾ കുറയ്ക്കാനുള്ള ഒരു ദിവ്യ ഔഷധമാണ് ഈ നാരായണീയം എന്ന് പറയുമ്പോൾ അതിൽ ധ്യാനം, ജപങ്ങൾ, നാമജപങ്ങൾ, അതുപോലെ ധ്യാനം, യോഗം, യോഗ എല്ലാം തന്നെ മനസ്സിനെയും ശരീരത്തെയും നല്ല ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നു എന്ന് പോലും നമുക്ക് അംഗീകരിക്കേണ്ടി വരും. കാരണം അത്രയും അത് പ്രത്യക്ഷത്തിൽ മേൽപ്പത്തൂർ തന്നെ നമുക്ക് കാണിച്ചു തന്നാണ്. അപ്പോൾ ഇതൊരു ചരിത്ര സത്യമാണ്, ഒരു ദിവ്യ ഔഷധമാണ് നാരായണീയമെന്ന്. അപ്പോൾ ആ നാരായണീയത്തിലെ ശ്ലോകങ്ങളും ദശകങ്ങളും ഒക്കെ കുറച്ചായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ സൃഷ്ടിയെക്കുറിച്ച് എല്ലാ കാലത്തും ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് എപ്പോഴും അറിയുന്നതാണല്ലോ. പല മതങ്ങളും സൃഷ്ടാവിനെക്കുറിച്ചും സൃഷ്ടി എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയയെക്കുറിച്ചൊക്കെ പലതരത്തിലുള്ള വാദങ്ങൾ ഉന്നയിക്കുമ്പോൾ ഈ ദശകത്തിലും അതുപോലെ തന്നെ നാരായണീയത്തിലും അതുപോലെ ഭാഗവതത്തിലും തന്നെ വളരെ ശാസ്ത്രീയമായിട്ട് തന്നെ ആ വിഷയത്തെക്കുറിച്ച് പറയുന്നു. അപ്പോൾ പ്രളയകാലത്ത് എല്ലാം ഒരു പ്രാകൃത പ്രളയം അല്ലെങ്കിൽ ആത്യന്തിക പ്രളയം എന്നൊക്കെ പറഞ്ഞാൽ അതിൽ ആ കാലത്ത് എല്ലാം ഭഗവാനിലാണ് ലയിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. പിന്നീടാണ് ഭഗവാനിൽ നിന്നാണ് സൃഷ്ടി തുടങ്ങുന്നത്. അപ്പോൾ പ്രളയകാലത്ത് എല്ലാം ഭഗവാനിൽ അവശേഷിക്കുന്നു. അപ്പോൾ ഒരു ജ്യോതിസ്വരൂപം മാത്രം അവശേഷിക്കുന്നു. അതിൽ നിന്നാണ് വീണ്ടും സൃഷ്ടിയൊക്കെ ഉണ്ടായി എന്നൊക്കെ പറയുന്ന വളരെ ഗംഭീരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ശ്ലോകം 1 ദശകം 5-ൽ, അതായത് നാരായണീയൻ ദശകം 5 ശ്ലോകം 1 നമ്മളന്ന് ദശകം 5 തുടങ്ങുന്നു. അപ്പോൾ വായിക്കാം. എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. മേൽപ്പത്തൂർ എന്ന മഹാഗുരുവിനെ പ്രണമിക്കുന്നു. സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമം അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരു പരമ്പര. ആ ഗുരു പരമ്പരകളെ ബഹുമാനിച്ചുകൊണ്ട് പ്രണമിച്ചുകൊണ്ട് ഈ ഒരു ദശകം തുടങ്ങുന്നു. ദശകം 5 ശ്ലോകം 1. അപ്പോൾ ഗണേശായ നമ, സരസ്വതി നമ, ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. ശ്ലോകം 1 ചൊല്ലാം. വ്യക്താവ്യക്തമിദം ന കിഞ്ചിദഭവത് പ്രാകൃത പ്രക്ഷയേ മായായാം ഗുണസാമ്യരുദ്ധവികൃതൗ ത്വയ്യാഗതായാം ലയം നോ മൃത്യുശ്ച തദാമൃതം ച സമഭൂദാഹ്നോ ന രാത്രേ സ്ഥിതി തത്രൈകസ്ത്വമശിഷ്യതാ കില പ്രാരാനന്ദപ്രകാശാത്മന. ഒരിക്കൽ കൂടെ ശ്ലോകം 1 ചൊല്ലാം. നാരായണീയം ദശകം 5 ശ്ലോകം 1.
വ്യക്താവ്യക്തമിദം ന കിഞ്ചിദഭവത് പ്രാകൃതപ്രക്ഷയേ മായായാം ഗുണസാമ്യരുദ്ധവികൃതോ ത്വയ്യാഗതായാം ലയം നോ മൃത്യുശ്ച തദാമൃതം ച സമഭൂത് ആഹ്നോ ന രാത്രേ സ്ഥിതി തത്രൈകസ്ത്വമശിഷ്യത കില പരാനന്ദപ്രകാശാത്മനാ. അപ്പോൾ ഇവിടെ ഈ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ, പണ്ട് പ്രാകൃത പ്രളയം നടന്നപ്പോൾ വളരെ യുഗങ്ങൾക്ക് മുമ്പ്, ഒരുപാട് യുഗങ്ങൾക്ക് മുമ്പ് ഈ കാണുന്ന വ്യക്തമായിട്ടുള്ളതും അവ്യക്തമായിട്ടുള്ളതുമായിട്ടുള്ള പ്രപഞ്ചം ഉണ്ടായിരുന്നില്ല. വ്യക്തമായ പ്രപഞ്ചം എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നത് ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഗോളങ്ങളും അതുപോലെ കാണുന്ന പക്ഷിമൃഗാദികൾ ഇതെല്ലാം ചേർന്നാണ് വ്യക്തം. അവ്യക്തം എന്ന് പറയുമ്പോൾ നമുക്കറിയാത്ത കുറേ കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്, അതിനെയാണ് അവ്യക്തം എന്ന് പറയുക. ഒരു ശക്തി ഇതിനെ നിയന്ത്രിക്കുന്നില്ല, അതൊരു അവ്യക്തമാണ്. അപ്പോൾ അങ്ങനെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ മായയുടെ ഗുണം നിമിത്തം തടയപ്പെട്ട വികാരത്തോടു കൂടി ഭഗവാനിൽ ലയം പ്രാപിച്ചിരുന്നു ഇതെല്ലാം. അപ്പോൾ അവിടെ മരണമോ മരണമില്ലായ്മയോ ഉണ്ടായിരുന്നില്ല, പകലും രാത്രിയും ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് ചുരുക്കത്തിൽ മനസ്സിലാക്കാം. അപ്പോൾ എല്ലാം ഭഗവാനിൽ ലയിച്ചിരുന്നു പ്രാകൃത പ്രളയകാലത്ത്. അപ്പോൾ ഭഗവാൻ ഏകനായിട്ട് പ്രകാശ രൂപത്തിൽ ശേഷിച്ചിരുന്നു എന്ന്. അപ്പോൾ ആ ഒരു വളരെ യുഗങ്ങൾക്ക് മുമ്പ് പ്രാകൃത പ്രളയം നടന്നപ്പോൾ ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം ഭഗവാനിലാണ് പ്രളയകാലത്ത് ലയിക്കുന്നത്. അപ്പോൾ ഭഗവാൻ ഒരു പ്രകാശ രൂപത്തിൽ ഭഗവാൻ ശേഷിച്ച് അവിടെ ഭഗവാൻ മാത്രം പ്രകാശ രൂപത്തിൽ നിലനിൽക്കുന്നു ആ സമയത്ത് പോലും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ആ ഒരു വാക്കുകളുടെ അർത്ഥം ഒന്ന് നോക്കാം. പ്രാക് എന്ന് പറയുന്നുണ്ടല്ലോ, പണ്ട് പ്രാകൃത പ്രക്ഷയെ പ്രാകൃത പ്രളയത്തിൽ, പലതരത്തിലുള്ള പ്രളയത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇത് പ്രാകൃത പ്രളയം എല്ലാം ലയിക്കുന്നു ഭഗവാനിൽ. വ്യക്താവ്യക്തം, വ്യക്തമായിട്ടും അവ്യക്തമായിട്ടും, അതായത് സ്ഥൂലമായിട്ട് കാണുന്ന കാര്യങ്ങളും സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ. സ്ഥൂലമായി കാണുന്നതാണ് നമ്മൾ കാണുന്ന പ്രപഞ്ചം അല്ലെങ്കിൽ പ്രകൃതി എന്നൊക്കെ പറയുന്നതൊക്കെ. ഇനി അതെല്ലാം ഇതം കിഞ്ചിത്, ഇതൊന്നും തന്നെ ഈ കാണുന്ന പ്രപഞ്ചം ന അഭവത്, ഒന്നും ഉണ്ടായിരുന്നില്ല. ആ മുമ്പ് പ്രളയകാലത്ത് എല്ലാം ഭഗവാനിൽ ലയിച്ചിരുന്നു. മായയുടെ ഗുണസാമ്യ വിരുദ്ധ വികൃതവും, ഗുണസാമ്യത്താൽ തടയപ്പെട്ട വികാരത്തോടു കൂടിയ രുദ്ധ വികൃതവും, ആ ഒരു വികാരങ്ങൾ തടയപ്പെട്ടു. രുദ്ധം എന്ന് പറയുമ്പോൾ തടയപ്പെടുക, ഗുണസാമ്യ രുദ്ധ വികൃതവും എന്ന് പറയുമ്പോൾ ഗുണസാമ്യം നിമിത്തം തടയപ്പെട്ട വികാരത്തോടു കൂടിയതായി. തൊയ് ഭഗവാനിൽ ലയം ആഗതായാം, ലയത്തെ പ്രാപിച്ചിരിക്കവേ തഥാ അപ്പോൾ മൃത്യു മരണമോ അമൃതം ച മരണമില്ലാത്ത അവസ്ഥയോ അല്ലെങ്കിൽ മോക്ഷമോ ന സമഭൂത് സംഭവിച്ചില്ല. അപ്പോൾ എല്ലാം ഭഗവാനിൽ ലയിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ ഒന്നുമില്ല. അപ്പോൾ ഉണ്ടായതിനാണല്ലോ മരണവും ഒക്കെ. അപ്പോൾ മരണമോ മരണമില്ലാത്ത അവസ്ഥയോ ഒന്നുമില്ല, എല്ലാം ഭഗവാനിൽ ലയിച്ചിരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അഹ്ന സ്ഥിതി, പകലിൻ്റെ സ്ഥിതി ന സമഭൂത് സംഭവിച്ചില്ല. രാത്രി സ്ഥിതി ന സമഭൂത്, രാത്രിയുടെ സ്ഥിതിയും ഉണ്ടായില്ല, പകലും ഉണ്ടായില്ല, രാത്രിയും ഉണ്ടായില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം ഭഗവാനിൽ ലയിച്ചിരുന്നു. തത്ര തു, അവിടെയാകട്ടെ ത്വം ഏക, ഭഗവാൻ ഗുരുവായൂരപ്പൻ മാത്രം ഏകനായിട്ട് പരാനന്ദപ്രകാശാത്മന, പരാനന്ദപ്രകാശ രൂപമായിട്ട് അശിഷ്യത കില, ശേഷിച്ചു അത്രേ എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രളയകാലത്ത് എല്ലാം ഭഗവാനിൽ ലയിക്കുന്നു, ഭഗവാൻ മാത്രം അപ്പോൾ ശേഷിക്കുന്നു. അപ്പോഴത്തെ ഭഗവാന്റെ രൂപം എന്താണ്? അത് പ്രകാശ രൂപമാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ഈ ലോകം എന്തുണ്ടായി, എങ്ങനെയുണ്ടായി എന്നൊക്കെ എപ്പോഴും ഈ ഒരുപാട് ചർച്ചകൾക്ക് വിധേയമാണ്. പല മതങ്ങളും അതിനെക്കുറിച്ച്, സൃഷ്ടിയെക്കുറിച്ച്, സൃഷ്ടികർത്താക്കളെക്കുറിച്ച് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് അതിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളും പലപ്പോഴായിട്ട് ഇതൊക്കെ ചിലപ്പോൾ ചിന്തിച്ച് പോവാറുണ്ട്, ഇതൊക്കെ എങ്ങനെ ഉണ്ടായി, ഇതൊക്കെ ആര് നിയന്ത്രിക്കുന്നു എന്നൊക്കെ നമുക്കൊരു സംശയം വരാറില്ലേ. അപ്പോൾ അതുപോലെ ഈ ഉപനിഷത്തുക്കൾ, പുരാണങ്ങൾ, വേദങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ഇതൊക്കെ പറയുന്ന അഭിപ്രായം കാലത്തിൻ്റെ പിന്നിലേക്ക് ഇങ്ങനെ നമ്മൾ
സഞ്ചരിച്ച് പോകുമ്പോൾ അവിടെ ഇതിന് മുമ്പ് എന്താണ്, അതിന് മുമ്പ് എന്താണ് നമ്മൾ ചില കുട്ടികളൊക്കെ ചോദിക്കില്ലേ. അതുപോലെ അച്ഛൻ ആരാണ്, അങ്ങനെ ഒരുപാട് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമുക്കാകെ 2-3 തലമുറയെക്കുറിച്ചേ അറിയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവസാനം അവിടെ ഒരു ശൂന്യതയാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഈ ആർഷമായിട്ട്, അതായത് ഋഷിമാരാൽ തന്നിട്ടുള്ള ദൈവശാസ്ത്ര സമ്മതമായിട്ടുള്ള നിഗമനങ്ങളെ നമുക്ക് ആശ്രയിക്കേണ്ടി വരും. അതായത് ഈ ഋഷികൾ നമുക്ക് പലതും പറഞ്ഞു തന്നിട്ടുണ്ട്. അവരുടെ തപസ്സിനാൽ എന്താണ് ഒരുപാട് യുഗങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതെന്ന് ഋഷികൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു ഘട്ടം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു വേദങ്ങളെ ആശ്രയിക്കും. അതാണ് സംസ്കാരത്തെ ആശ്രയിക്കേണ്ടി വരും, അല്ലെങ്കിൽ ആ നിഗമനങ്ങളെ ആശ്രയിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ ഋഷികൾ നമുക്ക് തന്നിട്ടുള്ള നിഗമനങ്ങൾ അതിനെ ആധാരമാക്കിയിട്ട് പറയുമ്പോൾ പ്രപഞ്ചോത്പത്തിയെക്കുറിച്ച് ഇവിടെ നാരായണീയ കർത്താവായിട്ടുള്ള മേൽപ്പത്തൂരും നമുക്കിവിടെ കുറച്ച് വിശദീകരിച്ച് തരുന്നു. സൃഷ്ടിയുടെ ആദ്യം എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് ഒരു പ്രാകൃത പ്രളയം കഴിഞ്ഞിട്ട് അതിൽ നിന്നുണ്ടായതാണ്. അവിടെ തൊട്ടാണ് സൃഷ്ടിയുടെ ആദ്യമായിട്ട് ഈ ഭാഗവതത്തിലും നാരായണീയത്തിലൊക്കെ പറയുന്നത്. അതുകൊണ്ട് മഹാപ്രളയം, അതാണ് പ്രാകൃത പ്രളയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മഹാപ്രളയം കഴിയുമ്പോൾ എല്ലാം സർവ്വതും ഒന്നുമില്ല, പ്രപഞ്ചത്തിൽ എല്ലാം നശിക്കുന്നതിനാണ് പ്രാകൃത പ്രളയം എന്ന് പറയുക. അപ്പോൾ ആ പ്രളയകാലത്തിൽ എല്ലാത്തിനും ക്ഷയം സംഭവിച്ചു, എല്ലാത്തിനും നാശം സംഭവിച്ചു. അപ്പോൾ ഈ വ്യക്തമായിട്ടുള്ളതും അവ്യക്തമായിട്ടുള്ളതും, കാണുന്നതും കാണാത്തതും, സ്ഥൂലവും സൂക്ഷ്മവും ആയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ അതാണ് ഈ വ്യക്താവ്യക്തമിതം. ഇവിടെ വ്യക്തം അവ്യക്തം ഇതം, വ്യക്തവും അവ്യക്തവുമായിട്ട് ഇവിടെ ഉണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും ഗുണങ്ങളുടെ സാമ്യം കൊണ്ട് വികാരങ്ങളും എല്ലാം തന്നെ മായയുടെ പ്രവർത്തനത്താൽ, മായയുടെ ഗുണസാമ്യം കൊണ്ട് എല്ലാം എല്ലാ വികാരങ്ങളും ഇല്ലാതെയായി. എല്ലാ 3 ഗുണങ്ങൾ, സത്വ രജസ് തമോ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലൊന്നും ഇല്ലാതെ തന്നെ ഇല്ലാത്തൊരവസ്ഥ തന്നെ. അപ്പോൾ ഈ സത്വ രജസ് തമോ ഗുണങ്ങളുള്ളത്, അതിൻ്റെ ഏറ്റക്കുറച്ചിലാണ് നമ്മൾ ഈ പ്രകൃതിയായിട്ട് കാണുന്നത്. അപ്പോൾ ആ പ്രകൃതി തന്നെ നമ്മൾ കാണുന്നത് തന്നെ ഇല്ലാതെയായി. അങ്ങനെ പല അളവിൽ ഈ ഗുണങ്ങൾ കൂടി കലരുമ്പോഴാണ് നമുക്ക് ഒരു പ്രപഞ്ചം തന്നെ നമുക്ക് അനുഭവപ്പെടുന്നത്. പ്രപഞ്ചം നമുക്ക് അനുഭവപ്പെടുന്നത് ഈ സത്വ രജ തമോ ഗുണങ്ങൾ കൂടി കലരുമ്പോഴാണ് അതിൻ്റെ ഒരു ഏറ്റക്കുറച്ചിൽ വരും. അപ്പോഴാണ് പ്രകൃതി അത് നമുക്ക് പ്രകടമായിട്ട് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇതൊന്നും ഇല്ലാതെയായി, ഈ 3 ഗുണങ്ങളില്ലാതെയാവുന്നു. ഗുണങ്ങൾ ഭഗവാനിൽ, ഗുണങ്ങളുടെ ആ ഏറ്റക്കുറച്ചിൽ തന്നെ ഭഗവാനിൽ ലയിച്ചു എന്നാണ് പറയുന്നത്. ഈ അവസ്ഥയിൽ ജീവികളില്ല, പ്രകൃതിയില്ല, പ്രപഞ്ചമില്ല. അപ്പോൾ അവിടെ പ്രകൃതിയും ജീവികളും ഒന്നും ഇല്ലെങ്കിൽ അവിടെ മൃത്യുവില്ല, മരണവുമില്ല, മരണമില്ലാത്ത അവസ്ഥയില്ല, ജനനവും ഇല്ല. അപ്പോൾ ആ സമയത്ത് കാലഗതിയുമില്ല. കാലം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ടൈം എന്ന് പറയുന്ന പോലെ ഒന്നിൻ്റെയും ആവശ്യമില്ലല്ലോ, ഒന്നുമില്ലല്ലോ. അപ്പോൾ മാസങ്ങളില്ല, ഋതുക്കളില്ല, സംവത്സരങ്ങളില്ല, യുഗങ്ങളില്ല. അപ്പോൾ ഒന്നുമില്ല. അതാണ് പറയണത്. അതാണ് പ്രാകൃത പ്രളയം എന്ന് പറയുന്നത്. എല്ലാം നശിച്ച് ഒന്നുമില്ലാത്ത അവസ്ഥ. അപ്പോൾ ഈ അവസ്ഥയിൽ ഭഗവാൻ മാത്രം പ്രകാശിച്ചു കൊണ്ടിങ്ങനെ നിൽക്കുന്നു. അതാണ് പരാനന്ദ പ്രകാശ രൂപത്തിൽ ഭഗവാൻ ഗുരുവായൂരപ്പൻ മാത്രം ശേഷിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ ഇതിനെക്കുറിച്ച് പരിശോധിക്കാനോ ഒക്കെ നമുക്ക് ഒരു സംവിധാനമൊന്നുമില്ല. അത് നമുക്ക് വിശ്വസിക്കുക തന്നെ വേണം. അപ്പോൾ പറയുന്നു, ഭഗവാൻ മാത്രമേ ശേഷിച്ചിരുന്നുള്ളൂ എന്നും ഉള്ള അറിവ് നമുക്ക് തരുന്നു. ബാക്കി ശ്ലോകങ്ങളിൽ ഇതിൻ്റെ ബാക്കി വിശദമായിട്ടുള്ള ഡിസ്കഷൻ ഉണ്ട്. അത് അടുത്ത ശ്ലോകങ്ങളിൽ പറയാം. അപ്പോൾ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ ഈ എല്ലാം പ്രാകൃത പ്രളയത്തിലെല്ലാം ഭഗവാനിൽ ലയിക്കുമ്പോൾ അവിടെ ഭഗവാൻ മാത്രം ശേഷിക്കുന്നു എന്നുള്ള ഒരു അറിവ് തന്നെ ആദ്യം ലഭിക്കുമ്പോൾ ഇവിടെ ഭഗവാൻ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം മായയാണ്. ഭഗവാന്റെ മായയാണ് നമ്മൾ പ്രകൃതിയായിട്ട്
കാണുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇരുന്ന് ഇങ്ങനെ കഷ്ടപ്പെടുമ്പോൾ നമുക്ക് ഈ ഒരു അറിവുണ്ടാകുമ്പോൾ ജീവിതം കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ദശകത്തിലെ 5-ാം ദശകം ശ്ലോകം 1 ഒരിക്കൽ കൂടെ ചൊല്ലാം. വ്യക്താവ്യക്തമിദം ന കിഞ്ചിദഭവത് പ്രാകൃത പ്രക്ഷയേ മായായാം ഗുണസാമ്യരുദ്ധവൃതൗ ത്വയ്യാഗതായാം ലയം നോ മൃത്യുശ്ച തഥാമൃതം ച സമഭൂത് ആഹ്നോ നരാത്രേ സ്ഥിതി തത്രൈകസ്ത്വമശിഷ്യത കില പരാനന്ദപ്രകാശാത്മന. ഒരിക്കൽ കൂടെ ഈ ശ്ലോകം ചൊല്ലാട്ടോ. അപ്പോൾ നാരായണീയം 5-ാം ദശകം ശ്ലോകം 1. വ്യക്താവ്യക്തമിദം ന കിഞ്ചിദഭവത് പ്രാകൃത പ്രക്ഷയേ മായായാം ഗുണസാമ്യരുദ്ധവൃതൗ ത്വയ്യാഗതായാം ലയം നോ മൃത്യുശ്ച തഥാമൃതം ച സമഭൂത് ആഹ്നോ നരാത്രേ സ്ഥിതി തത്രൈകസ്ത്വമശിഷ്യത കില പരാനന്ദപ്രകാശാത്മന. അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ ഭഗവാൻ മാത്രമേ ഇവിടെ ഉള്ളൂ എന്നും ആ ഭഗവാനിലാണ് മായയും ഉള്ളത്, ആ മായയാണ് നമ്മൾ പ്രകൃതിയായിട്ട് കാണുന്നത്. പിന്നീടാണ് എല്ലാം നശിച്ച് ഭഗവാനിൽ ലയിച്ചപ്പോൾ ഭഗവാൻ ഒരു പ്രകാശരൂപമായിട്ട് പ്രകാശിച്ച് ഭഗവാൻ മാത്രം അവശേഷിച്ചിരുന്നു എന്നും പിന്നീട് അതിൽ നിന്ന് സൃഷ്ടിയുണ്ടായ കാര്യങ്ങളൊക്കെ ഇനി അടുത്ത ശ്ലോകങ്ങൾ തൊട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. കായേന വാച മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാവ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഇത്രയും ഭാഗങ്ങൾ ഭഗവാന് ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം. ഹരി ഓം. ഓം തത്സത്.